ദൈവസഭയുടെ 90ാമത് ജനറൽ കൺവെൻഷൻ 2014 ജനുവരി 19 മുതൽ 26 വരെ കുമ്മനാട് ഗബ്രോൻ മൈതാനത്ത് നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 89 വർഷങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ഈ കൺവെൻഷൻ നടക്കുകയുണ്ടായി. ഇന്നാമത് ഈ കൺവെൻഷൻ വലിയ അനുഗ്രഹമായി തീരുമെന്നുള്ള പ്രതീക്ഷയിൽ ദൈവജനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സഭാ സമുദായ വ്യത്യാസമന്യേ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ കൺവെൻഷനിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാവരും വലിയ ആവേശത്തോടുകൂടിയാണ് കുമ്മനാട് കൺവെൻഷനെ കാണുന്നത്. ശക്തമായ ആത്മീയ ആരാധന, ശക്തമായ ആത്മീയ ദൂതുകൾ ഈ കൺവെൻഷനിൽ പകലും രാത്രിയിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കൺവെൻഷന്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവിന്റെ വലിയ അന്തരീക്ഷത്തിൽ നടക്കുന്ന കൺവെൻഷൻ എന്നുള്ള നിലയിൽ കൺവെൻഷൻ പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ അനുഗ്രഹവും വലിയ വിടുതലും ആയി തീർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ. ദേവസഭയുടെ 90ാമത് കൺവെൻഷൻ, അവധി കൺവെൻഷൻ ജനുവരി മാസം 19-26 വരെ നടക്കുകയാണ്. ആ കൺവെൻഷനിലെ ആദ്യത്തെ ആഴ്ച 12 മുതൽ 19 വരെയുള്ള ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന അതോട് ചേർന്ന് കൺവെൻഷൻ നടത്തപ്പെടുകയാണ്. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എപ്പിസിക്കാർ മാത്രമല്ല എല്ലാവരെയും സംയുക്ത വേദിയായ കുമ്മനാട് കൺവെൻഷനിൽ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ പങ്കുചേരണമെന്ന് വളരെ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. കുമ്മനാട് കൺവെൻഷൻ എപ്പിസിയുടെ മാത്രം കൺവെൻഷനല്ല, എല്ലാ പെന്തക്കോസ്തുകാരും എല്ലാ ജനങ്ങളും സംയുക്തമായി നടത്തപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ് സമ്മേളനമാണിത്. ഈ സമ്മേളനത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥന കടന്നു വരണം. ഈ പ്രാവശ്യം ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ വലിയ സൃഷ്ടിക്കുകയും മുമ്പിൽ കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വലിയ ആത്മീയ നവോത്ഥാനമാണ് ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ പ്രതീക്ഷിക്കുന്നത്. പിതാക്കന്മാരുടെ കാലത്ത് ആരംഭിച്ച ഉണർവ് 90ാം വർഷത്തിൽ വീണ്ടും നമ്മുടെ കൺവെൻഷനിലെ പുറപ്പെട്ട് ലോക്കൽ സഭകൾക്കെല്ലാം വിദേശ രാജ്യങ്ങളിലും സ്വദേശങ്ങളിലും കേരളത്തിലുള്ള എല്ലാ സഭകൾക്കും ഒരു ആവേശമായി ഉത്തേജനമായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ നവതി കൺവെൻഷൻ വിവിധ പ്രോഗ്രാമുകൾ, ചാരിറ്റി വർക്കുകൾ ഒക്കെ നമ്മൾ ഈ പ്രാവശ്യം ക്രമീകരിച്ചിട്ടുണ്ട്. ശക്തമായ പ്രാർത്ഥന പിൻബലം പ്രാവശ്യ യോഗത്തിൽ നമുക്കുണ്ട്. ഇവിടെ പുരോഗമനപരമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാം മുന്നോടിയായിട്ടുള്ള ഈ കൺവെൻഷൻ അനേകർക്ക് അനുഗ്രഹവും സന്തോഷമായി തീരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സർവശക്തനാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഭയുടെ 90ാമത് കൺവെൻഷൻ അനുഗ്രഹകരമായി നടത്തുന്നതിനു വേണ്ടി അനുഗ്രഹീത ദേവദാസന്മാർ ക്രമീകരിക്കപ്പെട്ട പ്രാർത്ഥനാ യോഗങ്ങൾ അതിൽ പ്രാർത്ഥനയോടെ കടന്നുവന്ന് സംബന്ധിപ്പാനും അത് മുഖാന്തരം കേരളത്തിന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പെന്തക്കോസ്തൽ ദൈവസഭയിലെ വിശ്വാസികൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരാനും അവരുടെ ആത്മീയ അഭിവൃദ്ധി ഒരിക്കൽ കൂടെ മെച്ചപ്പെടുത്തുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സകലവിധ ആശംസകളും വിതരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു.
കൺവെൻഷൻ കുമ്പനാട് ഹെബ്രോൻപുരത്ത് ജനുവരി മാസം നടക്കുകയാണ്. വളരെ പ്രതീക്ഷകളാണ് ഈ കൺവെൻഷന് വേണ്ടി ഈ വർഷക്കാലമുള്ളത്. ആത്മാവിന്റെ പുതിയ പകർച്ചയും പുതിയ ദർശനവും വിശ്വാസികൾക്കും പാസ്റ്റർമാർക്കും നൽകുവാൻ ആഗോള വ്യാപകമായി ദൈവം പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നടക്കുവാൻ പോകുന്ന 90ാമത് ജനറൽ കൺവെൻഷൻ സഭയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാകുവാൻ പോവുകയാണ്. കഴിഞ്ഞ 89 വർഷക്കാലം കൊണ്ട് ഈ സഭ കൈവരിച്ച ആത്മീയ പുരോഗതി ഒരു പടി കൂടെ മുന്നിട്ട് സഭയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് 90ാം കൺവെൻഷൻ സഹായിക്കട്ടെ. ദൈവം അതിന് അനുഗ്രഹം പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി ദൈവം ചുമതലയേൽപ്പിച്ചിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. സദസ്സിൽ പുത്തൻ പ്രസരിപ്പിനായി പുത്തൻ തലമുറകളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുവാൻ എന്ന ഉദ്ദേശത്തോടുകൂടി പിതാക്കന്മാരാൽ ആരംഭിക്കപ്പെട്ട ശ്രേഷ്ഠമായ പ്രസ്ഥാനമാണ് സന്യാസം. പഴമയുടെ ആചാര്യ സദസ്സിൽ പുതുമയുടെ പ്രസരിപ്പിന് വേണ്ടി പുത്തൻ തലമുറകളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പിതാക്കന്മാരാൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് സൺഡേ സ്കൂൾ അസോസിയേഷൻ എന്ന പ്രസ്ഥാനം ആരംഭിക്കപ്പെട്ടത്. IPCയുടെ 90ാമത് കൺവെൻഷനിൽ എല്ലാ സൺഡേ സ്കൂൾ, ലോക്കൽ, സെന്റർ, മേഖല, സ്റ്റേറ്റ് പ്രവർത്തകരെയും പ്രവർത്തനത്തിന്റെ പുതിയ വാതായനം തുറക്കുന്ന ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ അനുഗ്രഹീത കൺവെൻഷന് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. സൺഡേ സ്കൂൾ അസോസിയേഷന് കുര്യൻ ജോസഫിനാൽ നേതൃത്വം കൊടുക്കുന്ന ശ്രേഷ്ഠമായ കമ്മിറ്റി കാര്യങ്ങൾ നിർവഹിക്കുന്നു. ഈ നിർവഹണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ദൈവസഭയുടെ 90ാമത് കൺവെൻഷൻ സഭ 89 വർഷം പിന്നിട്ടു. ദൈവകൃപയാൽ 90ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ പെന്തക്കോസ്ത് യുവജന സംഘടന വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. നേതൃതലങ്ങളിൽ എത്തിച്ചേർക്കപ്പെട്ട എല്ലാവരും തന്നെ യുവജന പ്രസ്ഥാനത്തിൽ കൂടെ വളർന്നു വന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിലയിൽ എത്തിയതിനു ശേഷമാണ് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം കാലാകാലങ്ങളിലായി ഓരോരുത്തരും വിളിച്ചു ചേർന്നിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ യുവജനങ്ങളും നവതി കൺവെൻഷൻ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും ആർക്കൊക്കെ കടന്നു വരാമോ അവർക്കൊക്കെ കടന്നു വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങണമെന്ന് PYP സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നവതി കൺവെൻഷൻ 2014 നടക്കുകയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് മാത്രമല്ല ആഗോള പെന്തക്കോസ്ത് പ്രസ്ഥാനത്ത് തന്നെ അഭിമാനമായിരിക്കുന്ന നവതി കൺവെൻഷൻ ഈ ഹെബ്രോൻപുരത്ത് നടക്കുമ്പോൾ
ഈ കുമ്മനാട് ഹെബ്രോനിൽ ഒരു വലിയ ആത്മചൈതന്യം ഉണ്ടാകുന്ന ഞങ്ങളെ അവർ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭാ വിശ്വാസികൾ പങ്കെടുക്കുന്ന ഈ നവതി കൺവെൻഷനിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ അസോസിയേറ്റ് സെക്രട്ടറി എന്ന നിലയിൽ എല്ലാ കുട്ടികളും, എല്ലാ വിദ്യാർത്ഥികളും, അധ്യാപകരും ഈ കൺവെൻഷനിൽ സംബന്ധിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാ യുവജനങ്ങൾക്കും വന്ദനം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ നവതി കൺവെൻഷൻ 2014 ജനുവരി മാസം 19 മുതൽ 26 വരെ കുമ്പനാട് ഹെബ്രോൻപുരത്ത് നടക്കും. 25-ാം തീയതി സൺഡേ സ്കൂൾ PYPയുടെ അനുഗ്രഹീത സമ്മേളനം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുമ്പോൾ വ്യത്യസ്തമായി, വിപുലമായി, ആഗോള വ്യാപകമായി എല്ലാ പെന്തക്കോസ്ത് യുവജന പ്രസ്ഥാനത്തിലെ, ഇന്ത്യൻ പെന്തക്കോസ്ത് യുവജന പ്രസ്ഥാനത്തിലെ എല്ലാ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അനുഗ്രഹീതമായി നടത്തുവാൻ ഈ വർഷം കർത്താവിൽ ആഗ്രഹിച്ച് ചിന്തിച്ചിരിക്കുന്നു.